സൈറനെ വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ ഐ വിൽ ഗോ അഗേൻസ്റ്റ് ഐ വിൽ ഗോ അഗേൻസ്റ്റ് യു. സൈറ വിൽ ഫയൽ എ കേസ് അഗേൻസ്റ്റ് യു. ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കേസ് നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇന്നലെ എന്തോ പറഞ്ഞല്ലോ, എന്താ ഉയരെ വന്നപ്പോഴാണ് ERP ആളുകൾ അറിഞ്ഞെന്നോ? അറോറ ഏത് പട്ടിക്കറിയാം? അറോറ ഒരു പട്ടിക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ദുൽഖറൊക്കെ ഷെയർ ചെയ്തത് അറോറ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അറോറ ഇപ്പോഴും ഒരു പട്ടിക്കും അറിയില്ല. ഉദയം അറിയാം, അറോറ ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് വിട്ടേക്ക്, അതല്ല ഇവിടെ ടോപ്പിക്. ഇനി എന്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓക്കെ, ഒരു രീതിയിലും ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല. ഞാൻ ഇടഞ്ഞതാ നിജു, അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. കാരണം ഈ ഒരു സെൻസും ഇല്ലാത്ത കാര്യം ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പിന്നെ ലിസൺ വൺസ് ഒന്നുമല്ല ഇടണേ. ഇത് നീ ഈ വോയിസ് നോട്ട് സേവ് ചെയ്ത് വെച്ചോ. നിനക്ക് ഇത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം, നീ അയച്ചു കൊടുത്തോ, എന്നാലും കുഴപ്പമില്ല. നിന്റെ ടോട്ടൽ 39,27,890, അതായത് ഓൾമോസ്റ്റ് ഒരു 40 ലക്ഷത്തോളം, 39 ലക്ഷം രൂപയുടെ അടുത്ത് ടിക്കറ്റ് സെയിൽ ഉണ്ടായി. പിന്നെ സ്പോൺഷിപ്പ് എന്നോട് പറഞ്ഞത് ക്യൂട്ടീസ് 15 lakhs സ്പോൺഷിപ്പ് എന്നും ആൾറെഡി എന്നെ കമ്മിറ്റ് ചെയ്തിരുന്ന ഷോയ്ക്ക് മുന്നേ എന്നെ ഈ ഷോ ചെയ്യാൻ വേണ്ടി വിശ്വസിപ്പിച്ചിരുന്ന 35 lakhs, മിനിമം 35 lakhs സ്പോൺഷിപ്പ് എമൗണ്ട് അവർക്കായെന്നാണ് പറഞ്ഞാണ് എന്നെക്കൊണ്ട് പ്രൊഡക്ഷൻ ചെയ്യിപ്പിക്കുന്നത്. അതുവരെ എൻ്റെ വാട്സപ്പ് ചാറ്റിലുണ്ട്. അതിനുശേഷം എന്നോട് പിന്നീട് പറഞ്ഞിരുന്നത് 25 lakhs സ്പോൺഷിപ്പ് എമൗണ്ട് എന്ന് പറഞ്ഞു. 50 lakhs ക്യൂട്ടീസും 10 lakhs കോറലും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കണക്കനുസരിച്ച് ഏകദേശം ഒരു മിനിമം ഒരു 55 lakhs റവന്യൂ GST എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പം 55 lakhs 25 lakhs കോസ്റ്റാണ്. പക്ഷേ 25 lakhs ആയിരുന്നു, അതും വന്നിട്ടില്ല. അപ്പോൾ ആൾറെഡി ഇത് കഴിഞ്ഞു. ഫെബ്രുവരി 6 എന്നോട് പറയുന്നു, ഫസ്റ്റ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിജു നിൻ്റെ കൊട്ടേഷൻ മീൻസ് നിനക്ക് ചിലവായ കാശ് എനിക്ക് അയച്ചേക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വിളിച്ചു ചോദിക്കുക, നിജു നിനക്ക് ഞാൻ എന്ത് പേയ്മെൻറ്റാണ് പൈസ തരണുള്ളൂ? സീരിയസ്ലി ഞാൻ മൈൻഡ് ഔട്ടായി പോയി. അതെ, കാരണം ഒരു ഷോ ചെയ്തു, ഇത്ര സക്സസ് ആയി, ഇത്ര റവന്യൂ വന്നു, അത് ടോട്ടലി ഷോ സക്സസ് ആണ്, ഫിനാൻഷ്യലിയും അല്ലാതെ ഇത്രയും സക്സസ് ആയൊരു ഷോ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഷാനിക്ക അയച്ച വോയിസിനോടാ, ഇൻസ്റ്റഗ്രാമിൽ മൊത്തം നമ്മളാടാ, ഇതിനെല്ലാം ക്രെഡിറ്റ് നീയാണ്, ഇപ്പം റഹ്മാൻ കഴിഞ്ഞിട്ട് ഇതേപോലെ ഷോ കണ്ടിട്ടില്ല. ഷാൻ റഹ്മാനെതിരെ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട്. ഷാൻ റഹ്മാൻ എന്ത് ചെയ്യുന്ന ഒരു പറ്റിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഉയരെ എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് ഒരു കോൺസേർട്ട് കൊച്ചിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺസേർട്ട് ചെയ്ത ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, കുറേ 38 ലക്ഷത്തോളം പറ്റിക്കുകയുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പൈസ നീ ഇട്ടതൊന്ന് ഓർഗനൈസ് ചെയ്യുക, അതിന് ശേഷം ഇത് ഫുള്ള് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, സ്പോൺസറൊക്കെ ഉണ്ട്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പൈസ തരാം എന്നാണ് ആ ഒരു വ്യക്തിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിജു എന്നാണ് ആ ഒരു വ്യക്തിയുടെ പേര്. ആ ഒരു വ്യക്തിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പൈസ ഇത്രയായിട്ടുണ്ട്, ഇത്രയും തരണമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഈ ഒരു ഷാൻ റഹ്മാൻ്റെയും അതുപോലത്തെ ഷാൻ റഹ്മാൻ്റെ ഭാര്യ എന്ത് ചെയ്തു, ഇനി പൈസയൊക്കെ തരാനുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൊമോഷൻ, അതായത് ഈ ഒരു ഉയരെ എന്ന് പറഞ്ഞൊരു ഷോ നടത്തിയപ്പോഴത്തേന് ദുൽഖറൊക്കെ ആ ഒരു പോസ്റ്ററൊക്കെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്പനി ഭയങ്കരമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും, ഗ്രോ ചെയ്യാൻ പൈസയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ വ്യക്തിയെടുത്ത് പറയുകയാണ് ചെയ്തത്. ഇത് കേട്ടത് ഭയങ്കരമായിട്ട് ഷോക്കായി. കാരണം അങ്ങനത്തെ ഒരു എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് തരാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഒരു അബദ്ധം പറ്റിയത്, ഇവർ എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. കാരണം ഷാൻ റഹ്മാൻ ആയതുകൊണ്ട് ഒരു വിശ്വാസത്തിലാണ് ഈ ഒരു വ്യക്തി എഗ്രിമെൻ്റ് ഒന്നും ചെയ്യാതെ തൻ്റെ കയ്യിലിരുന്ന പൈസ എന്ത് ചെയ്യുന്നത് ഇറക്കി ഇതെല്ലാം ചെയ്തത്. അവസാനം പൈസ ചോദിച്ചപ്പോഴാണ് ഇതേ കണക്ക് ദുൽഖറൊക്കെ ഇത് ചെയ്തതല്ലേ, ഇപ്പം പ്രൊമോഷൻ്റെ നിനക്ക് ചെയ്യേണ്ടി വന്നില്ലല്ലോ, അതിന് ഈ ഒരു ക്യാഷ് എന്ത് ചെയ്യുന്നത് അങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടത് ഭയങ്കരമായിട്ട് ഈ ഒരു വ്യക്തിക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നല്ല പറയുന്നത്, ആ ഒരു ചിലവാക്കിയ കാശെങ്കിലും തരാനാണ് പറയുന്നത്. അതുപോലും കൊടുക്കാതെ ഉള്ള കാര്യമാണ് നിങ്ങളുടെ വീഡിയോയിൽ ആ ഒരു ഷാൻ റഹ്മാൻ അയച്ച ഒരു വോയിസ് നിങ്ങൾ കേട്ടത്. ഇത്രമാത്രം എന്ത് ചെയ്ത് നമ്മളൊക്കെ വിചാരിക്കുന്ന രീതിയിലല്ല ആൾക്കാർ എന്ന് മനസ്സിലാവുന്നതാണ്.
ഇപ്പോൾ എന്തായാലും ശരി, ഷാൻ റഹ്മാനെതിരെയൊക്കെ കേസ് എടുത്തിട്ടുണ്ട്. അതിനി മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ ഓരോ അപ്ഡേറ്റും കാര്യങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ. പോലീസ് റൈറ്റായിട്ട് അന്വേഷിച്ചിട്ട് ആ ഒരു വ്യക്തിക്ക് കിട്ടാനുള്ള ക്യാഷ് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്ന രീതിയിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെയാണ് ചിലപ്പോൾ ഈ കേസൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറിപ്പോകും. പക്ഷെ അങ്ങനെയൊന്നും പോകാതെ കറക്റ്റായിട്ട് ഈ ഒരു വ്യക്തിക്ക് ചിലവാക്കിയ കാശും അതുപോലെ തന്നെ പ്രോഫിറ്റും അതും ഈ ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ടാണ്. അതിലും കുറച്ചും കൂടെ കൊടുക്കാനുള്ളത് കറക്റ്റായിട്ട് ചെയ്യണമെന്നാണ് പോലീസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഷാൻ റഹ്മാൻ്റെ അടുത്തൊക്കെ പറയാനുള്ള ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കുന്നത് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളെയൊക്കെ കുറേയധികം റോൾ മോഡലാക്കി വരുന്ന കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും ഇതുവരെ ഷാൻ റഹ്മാൻ ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. എന്നിരുന്നാലും ഉടനെ തന്നെ ചിലപ്പം ഷാൻ റഹ്മാൻ ഇതിനെല്ലാം റിപ്ലൈ ആയിട്ടൊരു വീഡിയോ ഇടാനെല്ലാം ചാൻസും കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളെന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.